ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ് സുഹൃത്തുക്കളെ. ഒന്നാമത്തേത് തൊപ്പിയുടെ MRC ഗ്യാങ്ങിന്റെ അപരാധം യൂണിവേഴ്സും തൊട്ടിപ്പുറത്ത് സജന ഫിറോസ് ഖാൻ റസൂൽ പൂക്കുറ്റിയുടെ അവിഹിത യൂണിവേഴ്സുമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്ന തൊട്ടിപ്പുറത്തെ ഒരു അവിഹിത യൂണിവേഴ്സിനെ കുറിച്ചാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെയിം സ്റ്റെപ്പ് മീഡിയയിൽ സജന പുള്ളിക്കാരുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പൂക്കുറ്റിയാണ് കൊടുത്തേക്കുന്ന ഓസ്കാർ ഇല്ലേ, മികച്ച അഭിനേത്രി ഇൻ റിയൽ ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിക്കാണ് സുഹൃത്തുക്കളെ കൊടുക്കെടുത്തത്. എന്നാ ഒരു അഭിനയമാണ്. ഇനി സംഭവം എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. ഈ സജന പുള്ളിക്കാരി ഒരു റസൂൽ പൂക്കുറ്റിയിൽ നിന്ന് ഒന്ന് രണ്ട് തവണത്തോളം അബോട്ടായി പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി തന്നെ അത് റെക്കോർഡ് ചെയ്ത് മറ്റൊരു യൂട്യൂബറിന് അയച്ചു കൊടുത്തു. എന്തിന്? അതൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, സ്വന്തം അവിഹിത കഥയാണ്. എന്നിട്ട് ഇതിനകത്ത് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂട്യൂബർ വന്ന് നേരെ ഫിറോസ് ഖാന് ഇത്തരത്തിൽ ആ ഒരു വോയിസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് പുള്ളിക്കാരുടെ ഒരു 5-8 അവിഹിത കഥയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഫിറോസ് ഖാൻ പുള്ളിക്കാരൻ ഈ ഒരു സജന പുള്ളിക്കാരിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ഫെയിം സ്റ്റെപ്പിലെ ഈ ഒരു ഇന്റർവ്യൂ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി അതിനകത്തുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. 3 കോടി തട്ടിയെടുത്തവർ, പിന്നെ അതേപോലെ തന്നെ ഹണി ട്രാപ്പ്, എന്തൊക്കെ ഗോസിപ്പുകളാണ് സത്യം പറഞ്ഞ വന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലിഗേഷൻ ആണ് വരുന്നത്. അതൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ലൈഫിൽ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. അതാണ് എന്റെ ഒരു ഭാഗം കൂടെ ആൾക്കാർക്ക് കേൾക്കണമല്ലോ. അതെ, നമുക്കിനി ചേച്ചിയുടെ ഭാഗം കൂടെ കേൾക്കാം. കാര്യം നാട്ടിലെല്ലാവരും എന്തുവാ പറഞ്ഞേക്കുന്നത്, 3 കോടിയൊക്കെ ചോദിക്കാന്നൊക്കെ പറയുമ്പോ 1-2 രൂപയാണ്. ഇതെന്തോന്ന് വെള്ളരിക്കപ്പെടണോ 3 കോടി എന്നൊക്കെ ആൾക്കാർ വെറുതെ തട്ടിയിടുക. ചേച്ചിക്ക് പറയാനുള്ള നമുക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. ആൾക്കാർ തൂക്കി ചേച്ചി. ഇനിയിപ്പം എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് നിങ്ങളുടെ സ്വന്തം ശബ്ദം. ഇനിയിപ്പോ തൊപ്പിയുടെ കൂട്ട് വന്ന് പറയോ നിങ്ങൾ മറ്റേ ഇത് ആണ് സുഹൃത്തുക്കളെ എന്ന് പറയുമോ? എന്താണെങ്കിൽ ഇതിന്റെ ഫുള്ളായി ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം. എന്നെ ചെയ്ത് വെച്ചിട്ട് എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താന്ന് കണ്ടെന്നേ. അയാള് നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറം, അയ്യോ തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ട് ഞാൻ എല്ലാം തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല, പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടുവാണ്. എന്നാടി എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുന്നത്. ഇല്ല ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദി എന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ചോദിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ കാലല്ലല്ല. അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല, എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ എന്നെ ഇത് അനുഭവിക്കുന്നത്. അതൊന്നും എനിക്ക് ഒരു എന്നാലും എന്റെ പൂക്കുറ്റി അണ്ണന്റെ ഒരു അവസ്ഥയെ. കാര്യം എന്ന് വെച്ചാല് പുള്ളിക്കാരൻ ഒരു വുമണൈസറാണ്, അമ്മയുടെ പ്രായമുള്ള എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഇവിടെ പുള്ളിക്കാർ ഇവിടെ പറയുന്നത്. അത്രയും ഒരു രീതിയിലാണ് പറയുന്നത്. എന്നിട്ട് ഈ ഒരു വ്യക്തിനെ വേണമെന്നൊക്കെ പുള്ളിക്കാരി പറയുന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഇവരുടെ ആ ഒരു വോയിസ് റെക്കോർഡൊക്കെ വെച്ചിട്ട് അത്രയൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാളെ വേണം എന്നുള്ളതാണ് പുള്ളിക്കാരി ആദ്യം വാശി പിടിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിൽ നിങ്ങൾക്ക് കുടുംബമാണ് വലുതെങ്കിൽ 3 CR തന്നേക്കു. 3 കോടി, 1-2 അല്ല, 3 കോടി. കോടികൾക്കൊന്നും ഒരു വിലയില്ലേടേ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്താലോ എങ്ങനെയാണ് എനിക്ക് ഇതിന്റെ ലീഗൽ പക്ഷെ അറിയത്തില്ല ഒന്നും. അപ്പം എന്റെ മുന്നിൽ മന്ത്രി മാത്രമേ ഉള്ളൂ. ഞാൻ മന്ത്രിയെ കണ്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, സിറ്റുവേഷൻസ് എടുത്തു, അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതിനകത്ത് എനിക്കുള്ള ഡൗട്ടുകൾ പറഞ്ഞു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം ലീഗൽ വിഷയങ്ങളെല്ലാം സാറിന്റെ അടുത്ത് പറഞ്ഞപ്പം സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു സപ്പോർട്ട്, അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ. എന്റെ ഒരു ബ്രദർ എന്റെ അടുത്ത് മോള് വിഷമിക്കണ്ട, ഞാൻ നിന്റെ ഒരു ബ്രദർ ആയിട്ട് നിന്റെ കൂടെ ഉണ്ട്. സത്യം സാറിനോട് ഞാൻ താങ്ക്സ് പറയുക. സാറിനെ കണക്ട് ചെയ്യുന്ന ആൾക്കാരെയും ഞാൻ നന്ദിയോടെ ഞാൻ പറയാം. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഫിറോസ് ഖാൻ പുള്ളിയുടെ ഒരു വീഡിയോസും കൂടെ കാണേണ്ടതാണ്. എന്തൊക്കെയായിരുന്നത് ഇതിനൊരു നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴത്തേക്കിന് ഈ ഓരോ കഥകളുടെ ഇത് കേൾക്കുമ്പോൾ ഇതിനൊരു അന്ത്യം ഇല്ല എന്നുള്ളതായിരുന്നു നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു. എന്താണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി കാര്യങ്ങളെ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും മുഖ്യമന്ത്രി ഈ ചീഞ്ഞ കേസിന്റെ പുറകെ പോകുന്നുള്ളതൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ബാക്കി കേൾക്കാം നമുക്ക്. അവിടെ തികച്ചും പേഴ്സണൽ കാര്യമാണ്, എന്റെ കാര്യങ്ങളാണ്. എനിക്ക് ആരെ വേണമെങ്കിലും ഞാൻ ഷാറുഖ് ഖാൻ, നമ്മളെ ഹിന്ദി നടന്മാരോട് ഞാൻ ഫോട്ടോ കുറെ. ഷാറുഖ് ഖാനോ അത്ര വലിയ ബന്ധങ്ങളിലോട്ടൊക്കെ പോകണോ? സംഭവം പുള്ളിക്കാരി നമ്മുടെ പൂക്കുറ്റിയണ്ണനായിട്ടുള്ള ഒരു ഫോട്ടോ ഇത് പബ്ലിക് ആയല്ലോ. പുള്ളിക്കാരി പറഞ്ഞ ഹാക്ക് ചെയ്തിട്ടുണ്ടൊക്കെ ആളാണ് പറയുന്നത്. അപ്പൊ ഈ സംഭവം തന്നെ ഷാറുഖ് ഖാൻ എവിടോട്ടാ കയറി പോയേക്കുന്നേ. എത്രയോ പേരുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് അവരെ ഞാൻ വന്ന് പറയും, ഓക്കെ ഞാൻ ചില കാര്യങ്ങൾ ചില ഫോട്ടോയിൽ ചില മോജീസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ഫോട്ടോസ് അങ്ങനെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്നെ തികച്ചും പേഴ്സണൽ കാര്യങ്ങളാണ്. അത്
പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ടാണ് വെക്കേണ്ടത്. നിങ്ങൾ എത്ര പേരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതുവരെ പബ്ലിക്കായിട്ട് നിങ്ങൾ വെക്കാറുണ്ട്? ഇപ്പോൾ ഈ പറയുന്ന അവഹിത ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അല്ലേ? അതൊക്കെ പബ്ലിക് ആക്കുക, എന്നിട്ട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക, ഇത് റെക്കോർഡ് ചെയ്തിട്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഇതിനകത്തൊരു വേറൊരു സാധനമുണ്ട്. അവസാനങ്ങളോട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, പുള്ളിക്കാരി മറ്റേ നന്മവരെ ഇമേജ് കളിക്കുന്നത്. അത് നമുക്ക് അവസാനത്തിൽ നമുക്ക് സംസാരിക്കാൻ ബാക്കി വെക്കാം. ഞാനത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷെ നാളെ ഒരു കാലത്ത് ഞാൻ വന്ന് പറയുന്നു, എന്റെ വിവാഹം കഴിഞ്ഞു, ഇദ്ദേഹത്തിനോടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തോടായിരിക്കും, എനിക്കൊരു കുഞ്ഞുണ്ടായി, അത് അദ്ദേഹത്തിനോടായിരിക്കും, ഇദ്ദേഹം പറയണമെന്നുള്ള ഇഷ്ടം എന്റേതാണ് അല്ലെ? തികച്ചും എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊരിക്കലും അത് ചിലപ്പോൾ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലോട്ട് അറിയിപ്പിക്കണം, എന്റെ അതിഷ്ടമാണ്. പക്ഷെ അത് പിടിച്ചിട്ട് അവരുടെ ഫാമിലി തകർത്തു, ഇവരുടെ ഫാമിലി തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ അതൊരു വൃത്തികെട്ട രീതിയിലല്ലേ? അത് കാണിക്കാം, അത് പറഞ്ഞാൽ പ്രശ്നം. ഇവരുടെ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഷാജിത്ത് ആ പുള്ളിക്കാരി ഉള്ള സമയത്ത് ഇയാളെ വേണം എന്നുള്ളതാണ് പുള്ളിക്കാരി അതിൻ്റെ ഒരു വോയിസിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒരു ഭാര്യ 2 മക്കളുള്ള പൂക്കുറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളെ വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ തട്ടിയെടുക്കുക, ആ ഒരു പരിപാടിയല്ലേ ആ ഒരു സ്കീം കാര്യങ്ങളൊക്കെ കാണിച്ചേക്കുന്നത്. എന്നിട്ട് ആൾക്കാർ പറയുന്നത് പ്രശ്നം. ഇവരുടെയൊക്കെ ഒരു പരിപാടി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്, ഈ സെലിബ്രിറ്റീസിന്റെ ലൈഫിലൊക്കെ എന്ന് പറയുമ്പോൾ ഈ അവഹിതമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ പറ്റിയിട്ട് ആരെല്ലാം പറഞ്ഞാൽ അത് പ്രശ്നം. ഈ വെടിമരുന്ന് നിറയ്ക്കുന്നവനും അത് പൊട്ടിക്കുന്നവനും പ്രശ്നമില്ല, ഇത് കേട്ടോണ്ട് നിൽക്കുന്നവനും കേട്ടിട്ട് അതിനെ പറ്റിയിട്ട് കഥ പറയുന്നതിനുമാണ് പ്രശ്നം. ബാക്കി കേൾക്കാം. ഫാമിലി ഉണ്ട് എങ്കിൽ എന്താണ്, അവർക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ ഞങ്ങളെ മതത്തിൽ, അതായത് ഒരു മുസ്ലിം മതത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, അതായത് ഒരു ഭർത്താവാൻ പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആവാൻ പോകുന്ന ഒരാൾക്ക് 2 വിവാഹം കഴിക്കാം. 2 അത് അങ്ങനെയുള്ള നിയമം നമുക്കുണ്ട്. അവരുടെ വൈഫിന്റെ അവരുടെ സമ്മതത്തോടെ 2 കല്യാണം കഴിക്കാനുള്ള നിയമം ഉണ്ട്. അപ്പം അദ്ദേഹത്തിന് കല്യാണം വേറൊരാളെ കല്യാണം കഴിച്ചാൽ അദ്ദേഹത്തിന് കല്യാണം വെച്ചോ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോ അത് ഞാൻ ചോദിക്കട്ടെ. ഞാൻ അപ്പൊ അങ്ങനെ ഒരു 2 കല്യാണം ഒരു ബഷീർ ബാഷി ആ ഒരു ലൈന് സെറ്റപ്പാണോ നിങ്ങൾ ഉദ്ദേശിക്കുക? അങ്ങനെ ഒരു പോകാൻ എന്തെങ്കിലും പ്ലാനിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അതിനകത്ത് പുള്ളിക്കാരി അങ്ങനെ ഇല്ല, ചിലപ്പോൾ അങ്ങനെ ആവാ. അതിനിപ്പോ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല, എന്നെ വേണേ കാണിക്ക്, നിങ്ങൾ എന്നെ വേണേ കാണിക്ക്. കഴിക്കാത്തോണ്ടാണോ? അതായത് ഇപ്പൊ നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പബ്ലിക്കിൽ ഇട്ടാൽ കുഴപ്പമില്ല, അപ്പൊ ഫാമിലി എന്ന് പറയുന്നത് കുഴപ്പമില്ല. അപ്പം കല്യാണം കഴിക്കുന്നത് കാണിക്കാത്തോണ്ടാണോ? മേ ബി ഞാൻ കല്യാണം കഴിക്കത്തില്ല. ഒരു പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്കിനി വയ്യ. മേ ബി എന്റെ ജീവിതമാണ്, ഞാനൊരിക്കലും ആണുങ്ങളോടൊക്കെ പിഴച്ച് ജീവിക്കാമല്ലോ. എനിക്ക് ഒരാളോട് ഇഷ്ടമാണെങ്കിൽ അത് നല്ലതല്ലേ? കാരണം പൊതുവേ ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആക്ട്രസ്. ഇതിന് ഞാൻ റിയാക്ട് ചെയ്യില്ല. ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. എന്താണ് ഈ ലോകം? അതെ, എന്താണ് ഈ ലോകം? പറയൂ, എന്താണ് ഈ ലോകം? ഒരാളെ ദൂഷിക്കാൻ എന്തൊക്കെയാണ് ഈ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്? എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്? ഇതാണ് സമൂഹം ഉള്ളത്. അപ്പൊ നേരെ തിരിച്ച് സജന വേറൊരു രീതിയിൽ പോവുക, കുറെ ആണുങ്ങളായിട്ട് പൈസ ഉണ്ടാക്കുന്നു, കുറെ ആണുങ്ങളായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പം സജന തെറ്റുകാരിയല്ല. പക്ഷെ ഒരാളുമായിട്ട് ഒതുങ്ങി ഒരു ജീവിതത്തിൽ നമ്മൾ ഒതുങ്ങി നിന്ന അപ്പൊ അവള് തെറ്റുകാരി, അപ്പൊ അവളാണ് തെറ്റുകാരി. കാരണം അവള് കുടുംബം തകർത്തുകള് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്തോ മറ്റുള്ളവരെ ഇതാക്കുന്നു എന്ന് പറഞ്ഞ അലിഗേഷൻ. അവിടെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആരും അറിയുന്നില്ലല്ലോ, എങ്ങനെയാണെന്നുള്ളത് അറിയുന്നില്ലല്ലോ. പക്ഷെ നമ്മളിത് അറിഞ്ഞായിരുന്നു കേട്ടോ, ഒരു നിങ്ങളുടെ വോയിസ് ക്ലിപ്പ് മൊത്തം നമ്മൾ കേട്ടപ്പോ നമ്മളെല്ലാരും അറിഞ്ഞായിരുന്നു എന്തൊക്കെയാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നടക്കുന്നതെന്ന്. കല്യാണം കഴിച്ച സമൂഹത്തിനോട് കാണിക്കും. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാണുമായിരിക്കും, എന്നെ അദ്ദേഹത്തിനോട് അല്ല വേറെ ആരുടെയും കല്യാണം കഴിഞ്ഞാണുമായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി കാണുമായിരിക്കും. പ്രസവിച്ച് ഞാൻ പാല് കൊടുത്ത് എന്റെ വീട്ടിൽ ഉറക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണ് ഈ സമൂഹം? അതെ, എന്താണ് ഈ സമൂഹം? എന്താണ് ഈ സമൂഹം? മനസ്സിലാവണില്ല, പറയൂ, എന്താണ് ഈ സമൂഹം? ഗൈസ്, നിങ്ങൾക്ക് ആരെങ്കിലും അറിയുമോ എന്താണ് ഈ സമൂഹം? അറിയുന്ന ആൾക്കാര് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി താഴെ കമന്റ് ബോക്സിൽ പറയാ, എന്താണ് ഈ സമൂഹം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് പബ്ലിക്ക് ഞങ്ങൾ പറഞ്ഞോളാം. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം വന്ന് പറയട്ടെ, അല്ലെ? സജിന എന്നെ ഇത്ര പറ്റിച്ചു, അല്ലെങ്കിൽ 2 കോടി 3 കോടി 10 കോടി, അല്ലെങ്കിൽ എന്നെ ഹണി ട്രാപ്പ് ചെയ്തു, അദ്ദേഹം ഒന്ന് പറയട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, എന്നെ അയാൾ ഇത്രയും ചെയ്തു, എന്നെ ഇങ്ങനെ ചതിച്ചു, അങ്ങനെ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും പറയാത്ത കാലം എന്തിനാണ് ഈ വൃത്തികെട്ട രീതിയിൽ ഞങ്ങളെ സബ്ജക്ട് ഇപ്പോഴും നല്ല രീതിയിൽ സഹകരിച്ച് നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്ന ഒരു നല്ല ബന്ധങ്ങളാണ്. അത് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വൃത്തികേട് പറഞ്ഞിട്ട് ഇല്ലാതാക്കരുത്. അത് നിങ്ങൾക്ക് കാണിക്കാം, ആൾക്കാർക്ക് അത് പറയാൻ പാടില്ല. ടു ബി ഹോണസ്റ്റ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ പറഞ്ഞാൽ ഇത്രയും ചീഞ്ഞ കേസൊക്കെ സംസാരിക്കുന്നതിൽ നമുക്കും നല്ലൊരു ചളുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് ഡോളർ കിട്ടും, അതുകൊണ്ട് നമ്മൾ സംസാരിക്കണം. അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തൊക്കെയാടാ ഇത്? ഇനി ബാക്കി പറയൂ. സാധനം ഇത് പറഞ്ഞപ്പോൾ എന്റെ മെയിനായിട്ട് വന്നത് ഒരു പോസ്റ്റ് വീണതാ. അത് ഞാനല്ലാന്ന് വന്ന് ഞാൻ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയണമെങ്കിൽ അതിനകത്ത് ഒരു കാര്യം നോക്കിയാൽ മതി. ഈ പറഞ്ഞ കണക്ക് അതിനകത്ത് കിടക്കുന്ന ഫോട്ടോസ്, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്റെ റിസൾട്ട് ഇട്ടുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ടായിരിക്കും ഇടുന്നത്, അല്ലെ? ഉണ്ടോ ഇല്ലയോ എന്നല്ല, ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ട് അത് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വരുന്നതാ. എന്റെ മുഖം മറച്ചു വെക്കേണ്ട ആവശ്യം ഞാൻ എന്തിനാ? എനിക്ക് എന്നെ അറിയാവുന്ന ആൾക്കാർ എന്റെ പോസ്റ്റ് കൂടെ ഞാൻ എന്റെ മുഖം മറച്ചു വെക്കേണ്ട ആവശ്യം എന്താ? പിന്നെ
ഞാനും അദ്ദേഹമായിട്ടുള്ള ഫോട്ടോസുകൾ ഇപ്പം വരുന്ന 2 ഫോട്ടോസാണ്, തുടക്കം തൊട്ടേ വന്നുകൊണ്ടിരിക്കുന്ന 2 ഫോട്ടോസ്, ഈ 2 ഫോട്ടോസ് മാത്രമേ ഉള്ളായിരിക്കും എന്റെ കയ്യിൽ. എന്തായാലും ഞാൻ ഇടുന്നു, എന്നാ പിന്നെ നല്ല ഫോട്ടോയല്ലേ ഇടേണ്ടത്. ആ ഫോട്ടോ തന്നെ ഉണ്ടെങ്കിൽ അത് ഇട്ടവരുടെ കയ്യിൽ അതേ ഉള്ളൂ. അല്ല, അതിൽ വേറൊരു കാര്യമുണ്ട്. ഇതിങ്ങനെ ആവാതിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം റസൂൽ പൂക്കുറ്റി ഇത്തരത്തിൽ ഈ 3 CR ഒരു കേസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. പുള്ളിക്കാരിക്ക് വേണമെന്നുള്ളത് അന്നേരം ആവശ്യപ്പെട്ട സമയത്തേക്ക് പുള്ളിക്കാരനെ സമ്മതിക്കുന്നില്ല. അത് വേണ്ട, താല്പര്യമില്ല. ഇങ്ങേർക്ക് ഒരു പച്ചയ്ക്ക് പറയുന്നുണ്ട് ഗൈസ്, ഒന്നും വിചാരിക്കരുത്. ഒരു 10 രൂപയുടെ കോണ്ടം വാങ്ങാനുള്ള പൈസ ഇല്ലൂടെ എൻ്റെ കയ്യിൽ, അതേപോലെ ചോദിക്കുകയാണ്. എന്നിട്ട് ഈ അബോട്ട് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത്രയ്ക്കും എനിക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് ഇയാൾക്ക് ആ ഒരു ട്രോഫി വാങ്ങാനെ കൊണ്ട് താല്പര്യം ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് മുട കാണിച്ച് നിന്നപ്പോഴത്തേക്കിന് പുള്ളിക്കാരി അടുത്തിറക്കിയേക്കുന്ന അടുത്തൊരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ആ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ നേരെ ഇട്ടത്. കാര്യം അവിടെ അതിനകത്ത് ഇനി പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, അല്ലേ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്തായാലും പെട്ടു. പിന്നെ പോരാത്തന്നെ 9 വീക്ക് പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു സാധനം. ഇനി അതിന്റെ ഒരു കാര്യം പറഞ്ഞോ, അതുകൂടെ നമുക്ക് കേൾക്കാം. അപ്പോൾ ഇവർക്ക് ഇവരുടെ മക്കളുടെ കാര്യം ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ബാക്കി പറയാ ചേച്ചി. ഇത്രയും സോഷ്യൽ മീഡിയയിൽ പോലും എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോൾ എൻ്റെ ഫോൺ ഇപ്പം ഇതായിപ്പോയി, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി, നമ്മൾ ട്രാവലിങ്ങിൻ്റെ ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആയിപ്പോയി. എന്തെങ്കിലും ഒരു സാധനം പോസ്റ്റ് ചെയ്യണോ, അത് കയറിയോ എന്ന് നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് പറയും, അടുത്ത ആളുടെ മൊബൈൽ വെച്ച് ലോഗിൻ ചെയ്യും. എടി ഒന്ന് താടി എന്ന് പറഞ്ഞിട്ട് ലോഗിൻ ചെയ്തിട്ട് ലോഗ് ഔട്ട് ചെയ്തു. പക്ഷേ ഈ ലോഗ് ഔട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും പറയുക, ലോഗ് ഔട്ട് അല്ല ചെയ്യേണ്ടത്. ലോഗ് ഔട്ട് ചെയ്താൽ വീണ്ടും അവർക്ക് കയറി വെറും ലോഗിൻ മാത്രം കൊടുത്താൽ മതി, പാസ്വേഡും കൊടുക്കേണ്ട, ഒന്നും കൊടുക്കേണ്ട, അപ്പം തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പം അതിന്റെ കാരണം എങ്ങനെയാണ് ലോഗ് ഔട്ട് ചെയ്യുന്നത്, അത് ആൾക്കാർക്ക് ശാലു ഒരു വീഡിയോ ചെയ്യണം കേട്ടോ. കാരണം എന്നെ ശാലുവാണത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ ലോഗൗട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ലോഗൗട്ടായി പോകുന്നില്ല, അവർക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാം. എന്നൊക്കെ അതാണ് ഇന്ന് ഞാനിപ്പം ഇവിടെ ഇരുന്ന് അനുഭവിക്കുന്നതിന്റെ മെയിൻ കാരണം. അത് ചെയ്തവർക്ക് എന്തായാലും പണി നമ്മൾ കൊടുക്കാതിരിക്കത്തില്ല. പണി എന്നല്ല, ലീഗൽ വശമായിട്ട് ഇപ്പം ചെയ്തവർക്ക് പണി കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് കൺവിൻസിങ്. കാര്യം എന്ന് വെച്ചാൽ അത്രയും കൺവിൻസിങ് ആയിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഫോൺ മറ്റൊരാളുടെ ലോഗിൻ ചെയ്തപ്പോഴത്തേക്കിനും അവരെടുത്ത് നേരെ ഇങ്ങനെ ഒരു സാധനം ഇട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഫുൾ ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ 1-2 കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടെ. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ഫോൺ ഓഫായി പോയി കഴിഞ്ഞാൽ ഇതിന്റെ എന്തെങ്കിലും പോസ്റ്റോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം കയറി നിൽക്കറിയാൻ മറ്റൊരാളുടെ ഫോൺ വാങ്ങിച്ച് നേരെ ലോഗിൻ ചെയ്തിട്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്നാണ് നോക്കുന്നതെന്നാണ് പറയുന്നത്. ഇവർ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് നോക്കാനെ കൊണ്ട് പ്രൈവറ്റ് ആയിട്ട് ഇട്ടേക്കുന്ന വീഡിയോ അല്ല. കാര്യം മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് എടുപ്പോൾ അവരുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് എത്ര റീച്ച് കയറിയെന്ന് അറിയാനെ കൊണ്ടാണെങ്കിൽ വേറൊരു അക്കൗണ്ടിൽ നിന്ന് കയറിയിട്ട് നമുക്ക് നോക്കാം. കാര്യം ഇത് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ഇട്ടേക്കുന്ന വീഡിയോ അല്ല. എങ്കിലും പൊക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ കയറി ഇടുക എന്ന് തന്നെ വെക്കുക. ഓക്കെ, അത് നോക്കാന്ന് വെക്കുക. അങ്ങനെ മറ്റൊരാളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് നിങ്ങൾ അത്തരത്തിൽ കാര്യം നോക്കിയിട്ട് ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ വീണ്ടും അങ്ങനെ ലോഗിൻ ചെയ്യാൻ പറ്റുക. അങ്ങനെ എങ്കിൽ പോലും മറ്റൊരാളുടെ ഫോണിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് അയാൾ വീണ്ടും ഇതിനകത്ത് ലോഗിൻ ചെയ്ത് അങ്ങനെ ഒരു ഫോട്ടോ തന്നെ ഇടണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ എടുത്തേക്കുന്ന ഒരു ഫോട്ടോ ആണ്, അങ്ങനെ ഒരു ഫോട്ടോ ഇടണമെന്നുണ്ടെങ്കിൽ ആ ഒരാൾക്ക് ഇത്തരത്തിൽ ഫോട്ടോ ആര് അയച്ചു കൊടുത്തു? ഒന്നെങ്കിൽ റസൂൽ പൂക്കുറ്റിയോ അല്ലെങ്കിൽ നിങ്ങളോ. നിങ്ങൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾക്ക് ആ ഒരു ഫോട്ടോ കിട്ടിയില്ലല്ലോ. എന്താണെങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എടുത്തേക്കുന്ന ഒരു ഫോട്ടോ എന്താണെങ്കിലും പൂക്കുറ്റിയെണ്ണം കൊടുക്കാൻ നിൽക്കത്തില്ല. കാര്യം പൂക്കുറ്റിയാണെന്ന് ഇത് താല്പര്യമില്ല, ട്രോഫി വാങ്ങാൻ പൂക്കുറ്റിയാണെന്ന് താല്പര്യമില്ല. അപ്പം ചെയ്യുന്ന ആരായിരിക്കും? സജന. പുള്ളിക്കാരിയല്ലേ ചെയ്യുള്ളൂ. അപ്പം പുള്ളിക്കാരി അയച്ചു കൊടുക്കാതെ അങ്ങനെ ഒരു ഫോട്ടോ അവർക്ക് കിട്ടുകയില്ല, അങ്ങനെ ഒരു സാധനം ഇടാനും പറ്റത്തുമില്ല. അപ്പോൾ കൺവീൻസിങ് ആയിട്ട് പറയുമ്പോൾ ഇതത്രയുള്ള ലൂപ്പ് ഹോൾസും കൊണ്ട് നിങ്ങൾ നോക്കണ്ടേ. പിന്നെ ആ ഫോട്ടോ തന്നെ എന്തുകൊണ്ട് ഇട്ടു, ബാക്കിയുള്ളത് ഇട്ടൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള നോർമൽ ഫോട്ടോസിനെ കാട്ടി ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അറിയാം പൂക്കുറ്റിയെണ്ണം നല്ല അടിച്ച് കെറുങ്ങി ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അത്രയും ക്ലോസ് ആയിട്ടിട്ട് ചീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അത്രയും ചേർന്ന് എടുത്തിരിക്കുന്ന സംഭവമല്ലേ. അതാകുമ്പോൾ പൂക്കുറ്റിയെണ്ണം പെട്ടു. അതിനകത്ത് പൂക്കുറ്റിയെണ്ണം വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ 3 CR അല്ലെങ്കിൽ ട്രോഫി വാങ്ങിച്ചോട്ട് അവിടെ ഇരിക്കുക എന്നുള്ളതാണ് ഒരു ലൈന്. എന്താണെങ്കിലും ഫിറോസ് ഖാൻ പുള്ളിക്കാരൻ കഴിഞ്ഞ റീസെന്റ് ആയിട്ട് എടുത്ത ഒരു വീഡിയോക്കകത്ത് കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ടായിരുന്നു. ഇവരുടെ ക്രിമിനൽ ബന്ധങ്ങളെ പറ്റിയിട്ട് നമുക്ക് അതുകൂടെ കേൾക്കാം. കാരണം സജിന എന്ന ക്രിമിനലും സജിനയോടൊപ്പം നിൽക്കുന്ന വലിയ വലിയ ക്രിമിനൽസും നിങ്ങൾ കണ്ടല്ലോ, അത്രയും പേരുണ്ട്. ഇവരൊക്കെ ഓരോ രീതിയിൽ സമൂഹത്തിൽ പല മേഖലകൾ പിടിപാടുള്ളതാണ്. പൊളിറ്റിക്സിലും ഒക്കെ എല്ലാ മേഖലകളിലും പിടിപാടുള്ളതാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും എന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാം, അല്ലെങ്കിൽ എൻ്റെ ജീവന് തന്നെ അപായമായ, അതായത് എന്നെ കൊന്നുകളയാൻ വരെ മടിക്കാത്ത ടീമുകളാണ്. പക്ഷേ അതൊന്നും ഞാനതൊന്നും ബോധർ ചെയ്ത് ചെയ്യുന്നില്ല ഇനി. കാരണം ഇതിലും വലിയൊരു മരണം എനിക്കില്ല, ഞാൻ അനുഭവിച്ചതിലും കൂടുതൽ മരണം എനിക്കില്ല. അപ്പോൾ കൂടാതെ തന്നെ ഇപ്പോൾ ഇത്രയും പറഞ്ഞ പേരുകൾ കൂടാതെ തന്നെ ഒരു 2-3 ക്രിമിനൽ കൂടെ സജിനയുടെ കൂടെയുണ്ട്. ആ പേരുകൾ ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അവരെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു വേറൊരു സീരീസിലേക്ക് കഥകൾ പോകും. അത് വലിയൊരു സെൻസിറ്റീവ് വിഷയമായിട്ട് വേറെ വരും. തൽക്കാലം ഞാൻ അവരുടെ പേരുകൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. പൊന്നാണ് നിങ്ങളെ സമ്മതിച്ചേട്ടാ. ഇത്രയും നാളും ഒന്ന് ആലോചിക്കും, ഒരു ഭർത്താവിനെ സംബന്ധിച്ചോളം തൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ട് ബന്ധത്തിൽ പോകുന്നു. അങ്ങനെ പോയിട്ട് ആ ഒരാളുടെ അടുത്ത് എന്നിട്ട് സ്വന്തം ഭാര്യനെ വിട്ട് തരണം, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കരുത്, ഇനി കടന്നു വരരുത് എന്ന് പറയേണ്ടി വരുന്ന ഒരു ഭർത്താവിൻ്റെ ഗതികെട്ടൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹൊറിബിളി ഹൊറിബിൾ. കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ. എന്നിട്ട് ഈ അഭിനയം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന്
എന്നിട്ട് പുള്ളിക്കാരി ഇന്റർവ്യൂത്തെ മക്കളുടെ കാര്യം പറയുന്നുണ്ട്, മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ മക്കളുടെ കാര്യം ഓർത്തിട്ടാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇടേ മക്കളുടെ കാര്യം ഓർത്തിട്ട് അല്ലെങ്കിൽ അത്രയും കെയർ ചെയ്യുന്ന ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള ബന്ധങ്ങളുടെ കേസ് കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ കൊണ്ടിടാനൊക്കെ ഇത് റെക്കോർഡ് ചെയ്ത് വേറൊരാൾക്ക് അയച്ചു കൊടുക്കൂ. എന്നിട്ട് ഇത് ഇത്രത്തോളം ഇത്ര വീക്ക് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ അത് ഹാക്കായി പോയതാന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ മക്കൾക്ക് അഭിമാനം ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് പൂക്കുറ്റി അണ്ണാനും അണ്ണ അതിനെക്കാട്ടിക്കിടില്ല. എന്തോന്നടാ ഇത്, എനിക്ക് മനസ്സിലാവണില്ല. എന്താണെങ്കിലും ഫിറോസ് ഖാൻ പുള്ളിയുടെ കയ്യിൽ ഇനിയും വേറെ എന്തൊക്കെയോ കുറെ ഭീകര സംഭവങ്ങൾ ഉണ്ടെന്നുള്ള പുള്ളി പറയുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇത്രയും കിട്ടും. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ശരി, ബൈ.